ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടമ്മി ഫിൽസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയും ബീഫ് കറിയാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ബീഫ് കറിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തിക്ക് ഡോ ഒക്കെ കുഴച്ചിട്ട് അത് നമ്മൾ പരത്തി എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് കാണിക്കുന്നത്, ബിക്കോസ് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു വലിയ ലോങ് വീഡിയോ ആയി പോകുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതാണ് ഇത്ര സ്പീഡിൽ കാണുന്നത്. അപ്പോൾ അമ്മ ചപ്പാത്തിയൊക്കെ പരത്തി തന്നു, ഞാനതുകൊണ്ട് കലയിലിട്ട് ചുട്ടു. ഇത് നല്ല നൈസ്, നല്ല തിന്നായിട്ടിരിക്കും. അമ്മ എപ്പോഴും ചപ്പാത്തി പരത്തുമ്പോൾ അങ്ങനെ നല്ല തിന്നായിട്ട്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയില്ലേ എന്ന് പറയുന്ന പോലെ നല്ല തിന്നായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഒരു മരത്തടി പോലെ അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെന്ന് പറയാം കേട്ടോ. അമ്മ എനിക്കത് ഉണ്ടാക്കി തന്നൊക്കെ ഞാൻ ഇപ്പോൾ കലയിലിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നമ്മളിത് ഈ സവാളയൊക്കെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബീഫ് കറി വെക്കാനായിട്ടാണ്. ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. കുഞ്ഞു സവാള വേണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 2 മതിയാവും. ബീഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാളയൊക്കെ നന്നാക്കിയിട്ട് അത് നീളത്തിൽ കുനുകുനാന്ന് അരിയാണ്. ബീഫ് നമ്മളൊരു ഗ്രേവി പോലെയാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാക്കൊത്ത് അത്യാവശ്യം ഏറെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇടുമ്പോൾ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ബീഫിൽ തേങ്ങ ഏറെ ഇടുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും.
അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കറിക്കുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പയ്യക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി എടുത്തു, എണ്ണ ഒഴിച്ചു, ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ട്. നമ്മൾ കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ടു. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടും. കൂടെ നമ്മുടെ തേങ്ങാക്കൊത്തും ഇട്ടു. അതൊന്ന് ബ്രൗൺ കളറായിട്ട്, ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേനും സവാള ഇട്ട് നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒഴിച്ചത് ഉപ്പാണ് കേട്ടോ. നമ്മൾ ഉപ്പ് പൊടി അല്ല ഉപയോഗിക്കാറ്. നമ്മൾ ഉപ്പ് കല്ല് ഇതുപോലെ വെള്ളമാക്കിയിട്ട് അങ്ങനെ ആണ് ഉപയോഗിക്കാറ്. അതായത് നമ്മൾ ഉപ്പ് കല്ലിൽ വെള്ളം ചേർത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് നല്ലോണം, അതായത് സവാള നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ പെരുംജീരകം കൂടെ നമ്മൾ ഈ മസാല പൊടിക്കൂലേ, മസാലക്കൂട്ടുകളെല്ലാം കൂടെ പൊടിച്ച മസാല ഇട്ടിട്ടുണ്ട്. ആ കൂടെ തന്നെ നമ്മൾ മീറ്റ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയി. മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ഈ മസാലക്കൂട്ടെന്ന് പറയുമ്പോൾ അതിൽ പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇതെല്ലാം കൂടെ പൊടിച്ചിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് കേട്ടോ. നമ്മൾ ആ മസാലയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ഗ്രേവി ആക്കിയിട്ടാണ് അതിലേക്ക് ബീഫ് എടുത്ത്, നമ്മൾ വേവിച്ച് വെച്ച ബീഫാണ് ഇടുന്നത്. എന്നിട്ട് അതൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ഗ്രേവി പോലെ ആക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വിടണം. ഒത്തിരി ഡ്രൈ ആവില്ല, എന്നാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടുള്ള ഗ്രേവി ഉണ്ട്. അപ്പോൾ നമ്മുടെ കറിയും നമ്മുടെ ചപ്പാത്തിയുടെ റെഡി ആയിരിക്കുകയാണ്. Thank you for watching.